guys, welcome to my YouTube channel and welcome to Day in My Life featuring Office Party. Office Party എന്ന് പറയുമ്പം ഹോളിവുഡ് ബോളിവുഡ് തീംസിലായിരുന്നു പാർട്ടി. ഞാൻ വെനസ്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ടീം പാർട്ടിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ എത്തി. ഇന്നാണ് നമുക്ക് ടീം ഔട്ടിങ് വരുന്നത്, അതുപോലെ തന്നെ തീംഡ് പാർട്ടിയൊക്കെ വരുന്നത് ഇന്നാണ്. തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് ആൻഡ് ഹോളിവുഡ് ആണ്. അതിൽ നമ്മൾ ഏത് ക്യാരക്ടറാണെങ്കിലും ഹോളിവുഡിലോ ബോളിവുഡിലോ ഏതെങ്കിലും ക്യാരക്ടറായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചൂസ് ചെയ്തത് വെനസ്ഡേ ആണ്. ചെയ്ത് വന്നപ്പോൾ വെനസ്ഡേ മാറി ഫ്രൈഡേ ആയോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഈ ഒരു ഡ്രസ്സ് അതിന് നന്നായി മാച്ച് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ ഓഫീസിലെ കൊളീഗ്സ് എനിക്ക് വാങ്ങി തന്ന ഒരു ഡ്രസ്സാണിത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി പോവാം. ഇങ്ങനെ കോലം കിട്ടിയോണ്ട് ഞാൻ ഓട്ടോയിലാണ് കേട്ടോ പോയത്. കമ്പാരിറ്റീവ്ലി ഇന്ന് കുറച്ച് ട്രാഫിക് കുറവായിരുന്നു. അങ്ങനെ ഓഫീസിലെത്തി കുറച്ച് നേരം വർക്കൊക്കെ ചെയ്ത് നമ്മൾ ലഞ്ചിന് വന്നപ്പോൾ നമുക്കിന്ന് നോൺ വെജാണ്. വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ നമുക്ക് ഓഫീസിൽ നോൺ വെജാണ് കേട്ടോ ഫുഡ്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പോൾ നമ്മൾ ടീമിൽ നമ്മൾ 4 ഗേൾസാണ്. നമ്മൾ നടക്കാനിറങ്ങി. അങ്ങനെ നടന്നപ്പോൾ ഞാനൊരാളെ കണ്ടു. ഞാൻ നിങ്ങൾക്കും അങ്ങേരെ കാണിച്ചു തരാം. ഇതാണ് ആ മുതൽ. എന്താ ആറ്റിറ്റ്യൂഡ് എന്നറിയോ? ഞാൻ അത്ര ക്യാറ്റ് പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ കുറേ തുറച്ച് നോക്കി മിയമിയമ്മിയാന്ന് 4 ചീത്തയും വിളിച്ച് അങ്ങോട്ട് ഒരൊറ്റ ഓട്ടം ഓടി അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മൾ നടന്ന് പിന്നെ നമ്മൾ ഓഫീസിൽ പോയി. പണിയെടുക്കാൻ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി. കാരണം എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ പിന്നെ പണിയെടുക്കാൻ അധികം മൂഡുണ്ടാവില്ല. കുറേ പേര് ഹാരി പോട്ടർ തീമിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാങ് ആയിരുന്നു അത്. സൂപ്പറായിരുന്നു. ഇവർക്ക് പ്രൈസ് കിട്ടിയായിരുന്നു. ഹു ആർ യു? Okay guys, this is Ryan Gosling from La La Land. Oh bro, Shikar Shampoo. Wait, Shikar Shampoo. already nindu gorka nee ennu nashipikkanulla idamana. Shikar Shampoo. The bomb squad specialist Samar Anand. Wait, കാണിക്കട്ടെ. അതാരാ സമർ ആനന്ദ്? അറിയില്ലേ? എനിക്കറിയില്ല. Bomb squad specialist Samar Anand. ഏത് പടം? Bomb squad specialist from Indian Army. അറിയില്ല? എനിക്കറിയില്ല. പക്ഷെ ഇത് എനിക്ക് ഇത് ശിക്കാരി ശംഭു ആണ്. ശിക്കാരി ശംഭു. ഈ കാണുന്ന റോബ് ഇട്ട് വരുന്ന ആള് നമ്മുടെ ഒരു മാനേജറാണ് കേട്ടോ. നമ്മുടെ മാനേജേഴ്സൊക്കെ വളരെ ചിൽ മൈൻഡഡ് ആയിട്ടുള്ള മാനേജേഴ്സാണ്. അതിലൊരു മാനേജറാണ് ഈ ഹാരി പോട്ടറായിട്ട് വരുന്ന കൺവെൻഷൻ കൊണ്ട് തലയിൽ ഈ ഒരു സാധനം. Hi everyone, welcome to Nizam Hogwarts. I'm Minerva McMahon. I'm teacher of and my students are coming to entertain you. Yay! Now I don't need. I am Harry Potter. നമ്മുടെ ടീമിൽ ഇതേപോലെ ഒരു 5-6 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി, ഇങ്ങനെ ഒരുമിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് വരാൻ. അതിൽ 2 ടീം ഇതുപോലെ ഇങ്ങനെ ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് നന്നായിരുന്നു. ഇവർ ചിച്ചോരയാണ്. അടുത്ത ടീം ബോളിവുഡ് തീമിൽ, അതായത് അവർ ഡാൻസൊക്കെ കളിച്ചു. മറ്റേ ദേക്കോ ദേക്കോ യേശാം വടി ദീവാനി ആ പാട്ടിനെ. എനിക്ക് ഇവിടെ ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. അവർ നന്നായി തന്നെ ചെയ്തു. ആ നീല ഡ്രസ്സ് ഇട്ട് കളിക്കുന്ന കുട്ടി എൻ്റെ ടീംമേറ്റാണ് ഹേമ. അവൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. അവളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവർ ഡാൻസ് കളിച്ചതിൽ. എൻ്റെ ടീംമേറ്റ് ആയതുകൊണ്ടാണോ എന്നെനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഞാൻ അധികം അത് ഇടുന്നില്ല. വെനസ്ഡേയുടെ ഡാൻസ് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. ഈ ഒരു ഗെയിം എന്തോ സേവ് ദ ടൈലോ അങ്ങനെ എന്തോ ആയിരുന്നു. അതായത് നമ്മുടെ ബാക്കിൽ ഇതുപോലെ വാല് കെട്ടിട്ടിട്ട് നമ്മളത് സൂക്ഷിക്കും വേണം, ബാക്കിയുള്ളവരുടെ നിന്ന് പറിച്ചെടുക്കും വേണം. അങ്ങനെ ലാസ്റ്റ് ടൈലുള്ള ആൾ ജയിക്കും. അങ്ങനെ കുറേ റൗണ്ട് ഈ കളി പോയി. വേറെ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹാരി പോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരമാണ്. സോ ഞാൻ അവരുടെ അടുത്തും ചോദിച്ചായിരുന്നു ഞാൻ ഇട്ട് നോക്കട്ടെ ഡ്രസ്സിന്. അങ്ങനെ ഞാൻ അതുൽ ഭയ്യയുടെ, അതായത് നേരത്തെ കണ്ട മാനേജറുടെ ഡ്രസ്സ് ഇട്ട് നോക്കി. എൻ്റെ ഫ്രണ്ടും ഞങ്ങളിങ്ങനെ കുറേ കാട്ടിക്കുട്ടലുകളൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി നമ്മൾ ടൗൺ ഹാൾ മീറ്റിങ്ങിന് ഞങ്ങളുടെ HQയിലോട്ട് പോവാണ്. അവിടെ പോയി കുറച്ച് നേരം മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങളുടെ ടീം ഔട്ടിങ്ങിൻ്റെ സ്ഥലമായ സീക്രട്ട് വാലി റിസോർട്ടിലോട്ട് പോയി.
അവിടെ എത്തിയപ്പം ഫുള്ള് ലൈറ്റും സാധനങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളിയൊരു റിസോർട്ടാണ് എന്ന് രാത്രി എനിക്ക് തോന്നിയായിരുന്നു. കാരണം അവിടെ ഇവിടെ ലൈറ്റ് മാത്രമേ എനിക്ക് കാണുന്നുണ്ടായിരുന്നുള്ളൂ, സ്ഥലങ്ങളൊന്നും അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അത് അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും. ഞാനത് നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ഇത്രയും കാണിക്കാനുള്ള നിവൃത്തിയുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഇതിനു മുമ്പ് 2 ടീം ഔട്ടിങ്ങിനും പോയ റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ബെറ്റർ. അപ്പം അതാണ് സ്ഥലത്തിൻ്റെ പേര്, സീക്രട്ട് വാലി. കനകാപുര റോഡിലുള്ളതാണ്. ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. നമ്മളൊരു 6 ഗേൾസ് ആയിരുന്നു ഈ റൂമിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് വന്നുകൊണ്ട് ഞാനും അനുഷ്യം ബെഡ് എടുത്തു. ബാക്കിയുള്ളവർക്ക് താഴെയുള്ള ഇതാണ്, എന്താ പറയുക, മാട്രസ്സാണ് കിട്ടിയത്. പിന്നെ റൂം കുഴപ്പമുണ്ടായിരുന്നില്ല, കംഫർട്ടബിൾ ആയിരുന്നു അത്യാവശ്യം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തു പോയിട്ട് നമുക്ക് കുറച്ച് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫയർ ക്യാമ്പ് ആയിരുന്നു. ക്യാമ്പ് ഫയർ ആയിരുന്നു, ഞാൻ എന്തോ പറയുന്നത്. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചൂടെടുത്ത് ഞങ്ങളൊക്കെ മാറിയിരുന്നു. അതേപോലെ ചൂടെടുക്കുന്നുണ്ടായിരുന്നു, തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷേ ആ കത്തുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് ഒരു ക്യാമ്പ് ഫയറിനൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മൾ ബെസ്റ്റ് ഡ്രസ് ടീമിന് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഗിഫ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിലൊരു മത്സരം ഉണ്ടായിരുന്നു, ഒരു 2 lakh rupeesന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാനേജറുടെ ടീമിനാണ് കിട്ടിയത്. കൺഗ്രാറ്റ്സ് ടു ദെം. നമുക്ക് 10 പൈസ പച്ചവെള്ളോ ആ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയില്ലായിരുന്നു ഗൈസ്. എന്തെങ്കിലും ആവട്ടെ പോട്ടെ, അവർക്ക് കിട്ടിയതാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആ ടീമിലുള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയ സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതിൽ കുറച്ച് ഫുഡേ ഞാൻ എടുത്ത് കഴിച്ചുള്ളൂ. 2 ടൈപ്പ് ചിക്കൻ, 2 ടൈപ്പ് റൈസ്, കുറച്ച് ഫുഡ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചായിരുന്നോ? വയറ് നിറഞ്ഞായിരുന്നോ? സന്തോഷമായി. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന്. കാരണം എനിക്ക് എൻ്റെ ഒറ്റയ്ക്കുള്ള കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. സോ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പോയില്ല. ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ഊഞ്ഞാലാടി. എനിക്ക് മതി വരുവോളം ഊഞ്ഞാലാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമുക്ക് പോയി 2 നൃത്ത ചുവടുകളിടാമെന്ന്. അങ്ങനെ പോയി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. കാരണം നമുക്ക് കുറച്ചധികം വർക്ക് സ്ട്രെസ്സായിരുന്നു, ഹെക്റ്റിക് ഷെഡ്യൂളായിരുന്നു 2 വീക്കായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആശ്വാസം എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു ഈ ഒരു പാർട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.